ഞാനിവിടെ വളരെ എളുപ്പത്തിൽ തന്നെ ഒരു കോക്കനട്ടും കൊണ്ട് ഒരു ബർഫി ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലെ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആ തേങ്ങ പുറകു ഭാഗം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആ ബ്രൗൺ കളറ് ഞാനത് പാടെ മാറ്റി വൃത്തിയാക്കിയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളെ കാണിക്കാനായിട്ട് ഞാനത് തിരിച്ചും വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്കിനി ഈ തേങ്ങയാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് എടുക്കണം. കാരണം നമ്മൾ മിക്സിക്കകത്ത് നിന്ന് പൊടിയായിട്ട് ചീകി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തു. ആ ജാറിൽ വെള്ളമില്ലാത്ത ജാറായിരിക്കണം കേട്ടോ. അപ്പോൾ അതിൽ ഞാനിവിടെ ഈ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു. അപ്പം നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് തേങ്ങ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലോ ഗീയോ എന്ത് വേണേലും ആകാം. അതിന് ശേഷമാണ് ഞാനിവിടെ അടിച്ചെടുത്ത തേങ്ങ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്ക് ആ ഒരു ഗീക്കകത്ത് നന്നായിട്ട് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കണം. കളർ മാറ്റം വരാൻ പാടില്ല. അപ്പോൾ ഞാനിത് നന്നായിട്ട് ആ ഗീക്കകത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഈ നെയ്യ് ആ തേങ്ങയിൽ പിടിക്കത്തക്ക വിധത്തിൽ വേണം നന്നായിട്ടൊന്ന് ഇളക്കാൻ. സിമ്മിൽ മാത്രം ഇട്ടാൽ മതിയാകും. അപ്പം ഞാനിവിടെ നന്നായിട്ട് ഇളക്കിയെടുത്തു. ഇതാ കണ്ടില്ലേ, നല്ല ഡ്രൈ ആയിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അതിനായിട്ടാണ് മിക്സിയിൽ അടിച്ചത്. നമ്മളല്ലാതെ അടിച്ചാൽ ആ ഒരു ഇതിൽ ഞാൻ ഇവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ആ കടായിലേക്ക് ഞാൻ ഏകദേശം 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ആ പാത്രത്തിന് ഏകദേശം 4 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി നൂല് പരുവത്തിൽ ആക്കിയെടുക്കാം. എന്നാലേ നൂല് പരുവത്തിൽ വരുമ്പോഴേ നമ്മുടെ ഈ ബർഫിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ പഞ്ചസാര നൂല് പരുവത്തിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് കട്ടിയായിട്ട് വരത്തുള്ളൂ. അപ്പം സിമ്മിലിട്ടിട്ട് തന്നെ ഇത് ചെയ്യാൻ നോക്കണം. ഇല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് പറ്റിപ്പോവുകയും പിന്നീട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരികയും ചെയ്യും. അപ്പോൾ ഞാൻ നൂല് പരുവത്തിലാകുന്നിടം വരെ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം ഒന്ന് നൂല് പരുവത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഒന്ന് നൂല് പരുവമായി എന്ന് തോന്നിയപ്പം അതിലേക്ക് ഞാൻ ഈ നെയ്യിൽ വറുത്ത് വെച്ച തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പഞ്ചസാര പാനി നമ്മുടെ ഈ തേങ്ങയുമായിട്ട് ഒന്ന് നന്നായിട്ട് ലയിക്കുന്ന രീതിയിൽ, അതായത് ഈ വെള്ളമൊക്കെ ഒന്ന് ആ തേങ്ങയുമായിട്ടൊന്ന് മിക്സ് ആകുന്ന മാതിരി തന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. സിമ്മിലിട്ടിട്ട് തന്നെ ഇളക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി ആ പഞ്ചസാര വെള്ളമെല്ലാം നമുക്ക് തേങ്ങയിലോട്ട് ഇതൊന്നാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പറ്റി അത് കട്ട പിടിച്ചിരിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ബർഫി ഇവിടെ ഏകദേശം റെഡിയാക്കിയിരിക്കുന്നു. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ അതിലേക്ക് ഏലക്ക കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണ്ട എന്നുള്ളവർക്ക് അതിന് കുറച്ചാകാം കേട്ടോ. ഏലക്കയും പഞ്ചസാരയും കൂടെ ഒന്നിച്ച് പൊടിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. ഏലക്ക ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തു തരുന്നത്. അതെല്ലാം കൂടെ ഒന്നിച്ച് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ മറ്റൊരു പാത്രത്തിലേക്ക് എണ്ണ തൂത്തതിന് ശേഷം, എണ്ണയോ ഗീ തൂത്തതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കിയ ബർഫി തേങ്ങയുടെ കൂട്ട് നമുക്ക് ആ പാത്രത്തിലോട്ടിട്ടൊന്ന് സെറ്റാക്കി വെക്കാം. നമുക്ക് ഏതൊരു രീതി വേണേലും നമുക്ക് സെറ്റാക്കാം, ഏത് ഡെക്കറേറ്റ് വേണേലും നമുക്ക് ചെയ്യാം. ഞാനിവിടെ സ്പൂൺ കൊണ്ട് അങ്ങ് പരത്തി വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് അതൊന്ന് സെറ്റാക്കാനായിട്ട് എല്ലാം വെക്കുകയാണ്.
അപ്പോൾ ഇതുപോലെ ഇത് ഒന്ന് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിത് മുറിച്ച് വിളമ്പാവുകയുള്ളൂ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ച് നന്നായിട്ട് മുറിച്ചെടുക്കാം. നമുക്കിഷ്ടമുള്ള ആകൃതിയിൽ തന്നെ ഇത് മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള ആകൃതി ഏതാണെന്ന് വെച്ചാൽ അതേ രീതിയിൽ തന്നെ മുറിച്ചെടുക്കാം. വളരെ പെയ്യെ വേണം മുറിക്കാനെന്ന് മാത്രം. പിന്നെ നല്ലതായിട്ട് തണുത്തിട്ട് വേണം മുറിക്കേണ്ടത്. അതും കൂടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇപ്പോൾ നമുക്ക് ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്താൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതും അല്ല, ഇത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ നമുക്ക് പഞ്ചസാര നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ അതൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ രീതി എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. കണ്ടില്ലേ, വളരെ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.